ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ വർഗീയതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും മതേതര പാതയിൽ ഉറച്ചു നിൽക്കുമെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കൈയും കാലും കെട്ടി ചങ്ങലക്കിട്ട് കൊണ്ടുവന്നിട്ടും ചോദ്യം ചെയ്യാൻ കൽപ്പില്ലാത്ത ഭരണകൂടമാണ് ഇന്ന് രാജ്യത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇ. അഹമ്മദ് കാലം ചിന്ത എന്ന പേരിൽ പ്രഥമ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ വ്യാപകമാവുന്ന നവയാഥാസ്ഥിതികത എന്ന വിഷയത്തിലുള്ള സെക്ഷൻ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇവിടെയാണ് ഇ. അഹമ്മദിന്റെ നിലപാടുകൾ അന്നും ഇന്നും പ്രസക്തമാവുന്നത്. ഇവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നവരും ചങ്ങലക്കിടുന്നവരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. പുതിയ ടെക്നോളജി ഇത്തരക്കാരെ മഹാന്മാരാക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കയ്യും കാലും കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് കൊണ്ടുവരിക നമ്മുടെ പൗരന്മാരെ യാതൊരു മടിയില്ല. ഈ സമയത്ത് അഹമ്മദ് സാഹിബോ മറ്റോ ആയിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു, എന്തൊരു ബഹളാവോ. ഇപ്പോൾ ചോദ്യം ചെയ്യാനാവില്ല. ഒരു ഫ്ലൈറ്റിൽ, മിലിറ്ററി ഫ്ലൈറ്റിൽ കയ്യും കാലും കെട്ടിട്ട് കൊണ്ടുവരണം ഇന്ത്യൻ പൗരന്മാരെ. എന്നൊരു കൂളായിട്ട് പാർലമെന്റിലിരുന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആ കസാരയിലിരുന്ന് അതിനെ ന്യായീകരിക്കുക. നാണക്കേടിന്റെ പര്യായം എന്നല്ലാതെ മറ്റെന്താ പറയുക? നാണക്കേടിന്റെ പര്യായം. സ്വന്തം പൗരന്മാരെ കയ്യും കാലും കൂട്ടിക്കെട്ടി അവിടുന്ന് പാർസൽ ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ വിദേശകാര്യമന്ത്രി. അഹമ്മദ് സാഹിബിന്റെ കാലം എന്തൊരു വ്യത്യാസമായിരുന്നു. അതാണ് അഹമ്മദ് സാഹിബിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി. ഡോക്ടർ ഇർഫാനുള്ള ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി. ഇ. അഹമ്മദിന്റെ മകൻ റയീസ് അഹമ്മദും പരിപാടിയിൽ പങ്കെടുത്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, കെ.ടി. സഹദുള്ള, അബ്ദുറഹ്മാൻ കലായി, പൊട്ടക്കണ്ടി അബ്ദുള്ള ഹാജി, വി.പി. വമ്പൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.